ശ്രീമദ് ഭാഗവതം ക്ലാസ് 196. നമ്മൾ സ്കന്ധം 9 18-ാമത്തെ അധ്യായമായിട്ട് യയാതിയുടെ ചരിതമാണ് നോക്കുന്നത്. ഇതിലൂടെ ചരിത്രം തന്നെയാണ് പറയുന്നത്, കഥരൂപത്തിൽ പറയുകയാണ്. പ്രത്യേക കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തെ നയിക്കുന്ന ശക്തിവിശേഷം ആ കാലത്തെ രാജാവിലൂടെ എങ്ങനെയെല്ലാം പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അതേസമയം ചില സ്വഭാവവിശേഷങ്ങളും പറയുന്നുണ്ട്. രാജഭരണത്തിൽ സംഭവിക്കുന്ന ചില സ്വഭാവവിശേഷങ്ങൾ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. എന്താണ് നമുക്ക് പറയുന്നതെന്ന് നോക്കാം. ഒന്നിൽ ശ്രീ സുഗൻ പറയുകയാണ്, നഹുഷന്റെ 6 പുത്രന്മാരാണ്. നഹുഷന്റെ കാലഘട്ടം തൊട്ടിട്ടുള്ള ബാക്കി പറയാണ്. 6 പുത്രന്മാർ: യതി, യയാതി, സംയാതി, ആയതി, വിയതി, കൃതി. അപ്പം പിതാവ് നൽകപ്പെട്ട രാജ്യത്തിൻ്റെ പിതാവ് അവർക്ക് സ്ഥലം മക്കൾക്ക് തന്നെയാണല്ലോ പിതാക്കന്മാർ അക്കാലത്ത്. ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ കാലത്ത് മക്കൾക്ക് അങ്ങനെ വിധിച്ചെടുക്കുകയാണ്, രാജാവായാലും എന്തായാലും. ഇപ്പം ആ കാലഘട്ടത്തിൻ്റെ ആ പരമ്പര പറയുന്നതേ ഉള്ളൂ. അപ്പം മക്കളിലോട്ട് തന്നെയാണ് പറയുക, അത്രയേ ഉള്ളൂ. ആ തരത്തിൽ അതിനെ കണ്ടാൽ മതി. അതിൻ്റെ പരിണാമത്തെക്കുറിച്ച് ബോധവാനായ യതി, മൂത്തവനായ യതിക്ക് മനസ്സിലായി, ഈ രാജഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആത്മീയതയായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റില്ല. കാരണം രാജ്യകാര്യം നോക്കുക എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിൽ തന്നെ ഏത് പ്രശ്നങ്ങളും അതുമെല്ലാം നോക്കി നടക്കലായിരിക്കും. അപ്പം കുടുംബം ഭരിക്കുന്നവർക്ക് തന്നെ കുടുംബകാര്യം നോക്കാനേ നേരം ഉണ്ടാവും. അതുകൊണ്ടാണ് ആത്മീയത പറഞ്ഞവർക്ക്. ഇതൊന്നും ആത്മീയത കുടുംബക്കാർക്കോ രാജാവിനോ അല്ലെങ്കിൽ കുടുംബം നോക്കുന്നവർക്കോ ആത്മീയത പറഞ്ഞതല്ല. അപ്പം അവന് തോന്നി ഈ കുടുംബഭാര്യയെല്ലാം ഏറ്റെടുത്ത് രാജ്യഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആത്മബോധം നശിച്ചു പോകും. അതുകൊണ്ട് അവൻ അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. എന്നിട്ട് 3 പറയാണ്, ഇന്ദ്രാണി വിഷയമായ സംഭോഗേച്ഛ നിമിത്തം. ഇന്ദ്രാണി വിഷയമായ സംഭോഗേച്ഛ നിമിത്തം എന്ന് പറയുമ്പോൾ ലൈംഗിക താല്പര്യം തന്നെ. ഇന്ദ്രാണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ ഭാര്യ. അതുമാതിരി ഇന്ദ്രാണിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ദാമ്പത്യപരമായ കാര്യങ്ങളെല്ലാം വേദത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് അവിടെ കാണാം. ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ദ്രാണിയാണ് ആ ലൈംഗികപരമായ സമയത്തെല്ലാം അതിൻ്റെ റോളെല്ലാം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഇച്ഛ നിമിത്തം പിതാവായ നഹുഷൻ സർവാധിപത്യ സ്ഥാനത്തു നിന്ന് അഗസ്ത്യ മഹർഷിയാൽ ഭ്രഷ്ടനാക്കപ്പെടുകയും പെരും പാമ്പിൻ്റെ രൂപം പ്രാപിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി യയാതി രാജാവായി. ഇന്ദ്രാണി വിഷയമായ സംഭോഗേച്ഛ നിമിത്തം എന്ന് പറഞ്ഞിട്ട് വേറൊരു കഥയിലേക്ക് പോവുകയാണ്. ആ കഥയിലേക്ക് നമുക്ക് ഇപ്പം പോകണ്ട. അതായത് നഹുഷനാണല്ലോ രാജാവ്, അദ്ദേഹത്തിന് ഭോഗേച്ഛയിലുണ്ടായി. ആ സമയത്ത് ഇന്ദ്രനില്ലാത്ത സമയത്താണ് നഹുഷൻ ആ ചാർജെല്ലാം ഏറ്റെടുത്തത്. അപ്പം ഇന്ദ്രാണിയും അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പം ഇന്ദ്രാണിൻ്റെ വാക്ക് കേട്ടിട്ട് ഇദ്ദേഹം ചില സന്യാസിമാരെ കൊണ്ടല്ലേ, നേരത്തെ പറഞ്ഞ അഗസ്ത്യ മഹർഷിനെ കൊണ്ടെല്ലാം ചുമടെല്ലാം അങ്ങേരുടെ പല്ലക്കെല്ലാം ചുമപ്പിച്ചിരുന്നു. അങ്ങനെ ശാപമെല്ലാം കിട്ടിയ ഫലമായിട്ട് പെരുമ്പാമ്പിൻ്റെ രൂപമെല്ലാം പ്രാപിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെല്ലാം കാരണം കൊണ്ട് യയതി അങ്ങ് രാജാവായി. നഹുഷനെല്ലാം വിട്ടെറിഞ്ഞിട്ട് പോയി. മൂത്തപ്പം പോയല്ലോ. രണ്ടാമത്തതാണ് യയാതി.
അദ്ദേഹം പിതാവ് വന്നു പോയി. കാരണം ഒരു ശാപമെല്ലാം കിട്ടിയിട്ട്. അതിനെപ്പറ്റി ഇവിടെ പറയാതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കണ്ട. അതിൻ്റെ ഫലമായിട്ട് യയാതി രാജാവായി. എന്നിട്ട് എന്താ, യയാതി എന്ത് ചെയ്തിട്ട് ആകെ 6 പേരല്ല, മൂത്തവൻ പോയി, രണ്ടാമത്തെ ഇവനെന്ത് ചെയ്തു, 4 ദിക്കുകൾ, സഹോദരങ്ങളെ 4 ദിക്കുകളുടെയും ചുമതല ഏൽപ്പിച്ചു പരിപാലിക്കാൻ. ഇവൻ മേജറായിട്ടിരിക്കും, ബാക്കി 4 മക്കളെയും 4 ദിക്കിൻ്റെ ചുമതല മേൽനോട്ടം വഹിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. എന്നിട്ട് ശുക്രമഹർഷിമാരുടെയും അസുരചക്രവർത്തിയായ വിഷപർവൻ്റെയും പുത്രിമാരെ ഭാര്യമാരാക്കി ഭൂമിയെ പാലിച്ചു. ഇപ്പൊ പണ്ടേ പറഞ്ഞ പ്രശ്നം തന്നെ, രാജഭരണത്തിലുള്ള കുഴപ്പം തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. രാജാവിന് എപ്പോഴും കണ്ടെടുത്തെല്ലാം പെണ്ണ് കിട്ടിയേ പറ്റും. പണ്ടത്തെ കാലത്ത് രാജാവ് കണ്ടെടുത്തെല്ലാം പെണ്ണ് കെട്ടും. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി തന്നെയാണ് ഇവിടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രാജഭരണത്തിൻ്റെ ദൂഷ്യവശം തന്നെ ഇവിടെയും. യയാതി എന്ത് ചെയ്തു, ശുക്രമഹർഷിയുടെ മോളെയും കെട്ടി, അസുര ചക്രവർത്തിയായ വൃഷപർവൻ്റെയും മോളെയും കെട്ടി, എന്നിട്ടാണ് ഭൂമിയെ പരിപാലിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ പരീക്ഷിച്ച രാജാവിന് പെട്ടെന്ന് അതിൻ്റെ കാര്യം കേൾക്കണമെന്ന് വലിയ താല്പര്യമുണ്ടായി. നേരത്തെ ആ പാമ്പിൻ്റെ കാര്യമെല്ലാം എന്തോ ഇടപെട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇതിൻ്റെ കാര്യം, കാരണം ഈ ചരിത്രമാണല്ലോ പറയുന്നത്. അപ്പം അതുകൊണ്ട് ശുക്രാചാര്യർ ബ്രഹ്മർഷിയാണ്. യായതി രാജാവ് ക്ഷത്രിയനാണ്. ക്ഷത്രിയവും ബ്രഹ്മശ്രീയും തമ്മിൽ ജാത്യാചാര മുറപ്രകാരം അത് മറികടന്നിട്ടുള്ള വിവാഹം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുകയാണ്. അപ്പം ആ കാലഘട്ടത്തിൽ ജാതിയിൽ ജാതി മാറി കല്യാണം കഴിക്കാൻ പാടില്ലല്ലോ. പക്ഷേ രാജാവും, അതായത് ക്ഷത്രിയ സ്വഭാവമുള്ള രാജാവും ബ്രാഹ്മണരും പരസ്പരം കല്യാണം കഴിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ കണ്ട കാര്യം തന്നെയാണ് പറയുന്നത്. ഇവർ തമ്മിൽ ഭയങ്കര അടിയാണ്. അതേസമയം കല്യാണം കഴിക്കുക. എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നത്? രാജാവ് ക്ഷത്രിയനാണ്, അവരാണ് രാജ്യത്തെ നയിക്കുന്നത്. അപ്പം അവന് നല്ല തടിമെടുക്കും ഇതുമെല്ലാം കാണും. ബ്രാഹ്മണൻ ബുദ്ധി മാത്രമേ ഉള്ളൂ, അപ്പോൾ ഉപദേശിക്കലാണ് ജോലി. അവന് ഭരിക്കാനൊന്നും പറ്റില്ല. ഇപ്പം രാജാവ് മോളെ കാണുമ്പോൾ ബ്രാഹ്മണൻ്റെ മോളെ കണ്ടു കഴിഞ്ഞാൽ എനിക്കോളെ വേണമെന്ന് പറഞ്ഞാൽ വേണം തന്നെ. പിന്നെ അതിൻ്റെ അപ്പുറം ജാതിയുമില്ല, മതവുമില്ല, ഒരു ചുക്കുമില്ല. അപ്പോൾ ബ്രാഹ്മണരും ക്ഷത്രിയരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിവാഹം കഴിക്കുന്നുണ്ട്. ഇനി എന്നാൽ അവർ തമ്മിൽ ആചാരങ്ങളിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇന്നത്തെ കാലത്തെ ക്ഷത്രിയരെന്ന് പറയുന്നത് മദ്യവും കഴിക്കുന്നവരുണ്ട്, മാംസം കഴിക്കുന്നവരുണ്ട്, സാധാരണ മറ്റുള്ളവരെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. ക്ഷത്രിയരിലാണല്ലോ മിലിറ്ററിയിലേക്ക് പോകുക. മിലിറ്ററിയിലേക്ക് പ്രത്യേകം കോട്ടയുണ്ടല്ലോ ക്ഷത്രിയർക്ക്. അപ്പം അവർ മദ്യവും കഴിക്കും, മാംസവും കഴിക്കും, എല്ലാം ചെയ്യും. ബ്രാഹ്മണ സ്ത്രീകളെ കെട്ടുകയും ചെയ്യും, നല്ലോണം കെട്ടും. എന്തുകൊണ്ട്? അവരാണ് ക്ഷത്രിയന്മാർ. ക്ഷത്രിയന്മാരെ എതിർത്ത് കഴിഞ്ഞാൽ അവിടെ ബ്രാഹ്മണനാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ, ഗോത്ര കാലഘട്ടത്തിൽ ക്ഷത്രിയർ ഇങ്ങനെ അനർത്ഥങ്ങളെല്ലാം പലതും കാട്ടിച്ച് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ബ്രാഹ്മണർക്ക് വേണ്ടി ആ നാട്ടിലുള്ള ക്ഷത്രിയരെ മുഴുവൻ എത്രയോ കൊല നടത്തിയതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിലെയും പ്രത്യേകത പറയുന്നത്. അപ്പോൾ പരീക്ഷത്തിൽ എടുത്ത് ചോദിക്കുകയാണ്, ജാതി അവിടെ പ്രാധാന്യമൊന്നുമല്ലേ, അങ്ങനെ കെട്ടാമോ?
നമുക്കല്ലേ ജാതി പ്രകാരമായ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര അങ്ങനെ കെട്ടാൻ പാടില്ലെങ്കിൽ ബ്രാഹ്മണ ക്ഷത്രിയനും എങ്ങനെ കെട്ടുന്ന? അപ്പം അവിടെ അധികാരം തലക്കുള്ള ക്ഷത്രിയൻ്റെ അടുത്ത് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നീ ക്ഷത്രിയനാണ്, ഞാൻ ബ്രാഹ്മണനാണ് മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തലയുണ്ടാവില്ല. അതിലേക്ക് തന്നെയാണ് ഇവിടെ ആ ഒരു കാര്യങ്ങളിൽ, അതായത് രാജഭരണത്തിൻ്റെ കുഴപ്പം ഇതെല്ലാം തന്നെയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, ജാത്യാചാര മുറപ്രകാരം അതെങ്ങനെയാണ് മറികടന്നിട്ട് കല്യാണം ഉണ്ടായത്? അപ്പോൾ 6:7 ശുഗൻ പറയുകയാണ്, ഒരിക്കൽ അസുര രാജാവായ വൃഷപർവൻ രാജാവ് അത്രയും ക്ഷത്രിയനാണ്. വൃഷപർവ രാജാവിൻ്റെ പുത്രിയും അതിസുന്ദരിയുമായ ശർമ്മിഷ്ഠ ഒരിക്കൽ അസുര രാജാവ്, ആ രാജ്യത്തെ രാജാവായ വൃഷപർവൻ്റെ പുത്രി, കാണാൻ നല്ല സുന്ദരിയാണ്, ശർമ്മിഷ്ഠ, കുലഗുരുവായ ശുക്രാചാര്യരുടെ മകളായ, ഇവർ രണ്ടുപേരും എപ്പോഴും അടുത്തടുത്തായിരിക്കും. കാരണം മന്ത്രിയും രാജാവിൻ്റെയും മക്കള് അടുത്തടുത്തായിരിക്കും. പക്ഷെ മന്ത്രിയും രാജാവും തമ്മിൽ, മന്ത്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മന്ത്രിയല്ല, ഉപദേശകൻ. മന്ത്രി എന്ന് പറയുന്നത് ക്ഷത്രിയൻ തന്നെയായിരിക്കും. ഉപദേശകൻ, ഗുരുവും രാജാവും തമ്മിൽ ഒന്ന് ബ്രാഹ്മണയായിട്ട് മറ്റേ ക്ഷത്രിയാണെങ്കിലും അവരൈക്യത്തിലേ പോകാൻ പറ്റുള്ളൂ. കാരണം ഉപദേശിക്കണം മറ്റവർ അതിനനുസരിച്ച്. പക്ഷെ ഈ മക്കള് അതുകൊണ്ട് എന്ത് തന്നെയായിരിക്കും, അങ്ങ് മുകളിലുള്ള വിഭാഗമല്ലേ, അവർ തമ്മിലും കൂട്ടുകൂടിയിട്ട് തന്നെയാണ് നടക്കുക. അല്ല രാജാവിൻ്റെ മകൾക്ക് ഒറ്റക്ക് നടക്കാനും ഗുരുവിൻ്റെ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അവർ തമ്മിലെപ്പോഴും കൂട്ടുണ്ടാവും. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട്, അപ്പം വൃഷപർവൻ ക്ഷത്രിയൻ്റെ മകൾ, രാജാവിൻ്റെ മകൾ ശർമ്മിഷ്ഠയും കുലഗുരുവായ ശുക്രാചാര്യരുടെ മകൾ ദേവയാനിയും 1000 തോഴിമാരോടൊത്ത് സുന്ദരമായ ഉദ്യാനത്തിൽ ഉലാത്തുകയായിരുന്നു. അവരങ്ങനെ ചെറുപ്പക്കാരികളല്ല, അവരങ്ങനെ ഉലാത്തുകയായിരുന്നു. 8 താമര ഇതൾ പോലെയുള്ള കണ്ണുകളോടുകൂടിയ അവര് പട്ടുട ആടയെല്ലാം, രണ്ടും കാണാൻ നല്ല തന്നെയാണ്, പട്ടുട ആടയെല്ലാം കരയിൽ അഴിച്ചു വെച്ചിട്ട് തടാകത്തിൽ വെള്ളം തേവി കളിച്ചുകൊണ്ടിരുന്നു. ഇനി 9 പറയുകയാണ്, ആ സമയത്ത് പാർവതിയോടൊത്ത് കാളപ്പുറത്ത് ശിവൻ വരുന്നത് കണ്ടിട്ട് ഇവർ വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കുകയാണല്ലോ. അപ്പോഴാണ് അതിലൂടെ കാളപ്പുറത്ത് ശിവൻ പോകുന്നത്. അതെല്ലാം കഥയിൽ വെച്ച് കാച്ചിയതാണ്. എന്തെങ്കിലും ഒരു കാര്യം പറയട്ടെ, കഥയാകുമ്പോൾ ഒപ്പിക്കണ്ടേ. എന്തിനാണ് ഇവരെ ചാടിപ്പിടിച്ച് എണീച്ചതെന്നല്ലേ, മെല്ലനെ കുളിച്ചിട്ട് എണീച്ചിട്ടെല്ലാം വന്നാൽ പോലെ രണ്ടുപേർക്കും. ഇവിടെ ഒരു തിരക്ക് കാണണം. അപ്പോൾ ശിവനും പാർവതിയും കൂടിയും കാളപ്പുറത്ത് ഇങ്ങനെ വരുമ്പോൾ ഇവരിങ്ങനെ തുണിയെല്ലാം അയച്ചു വെച്ചിട്ടല്ലേ കുളിക്കുന്നത്. അതുകൊണ്ട് ലജ്ജ കൊണ്ട് എന്ത് ചെയ്ത് പെൺകിടാങ്ങൾ തടാകത്തിൽ നിന്നും കരക്കേറി ഉടുപ്പുകൾ എടുത്തിട്ടു. തിരക്കിൽ ഉടുപ്പിടുമ്പോൾ എന്ത് പറ്റും? ശർമ്മിഷ്ഠ അറിയാതെ, അതായത് ക്ഷത്രിയ രാജാവിൻ്റെ മകൾ അറിയാതെ ഗുരുപുത്രിയുടെ വസ്ത്രം തൻ്റേതെന്ന് കരുതി എടുത്തു ധരിച്ചു. ഗുരുവിൻ്റെ, ഗുരു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, മറ്റേത് ക്ഷത്രിയൻ. അച്ഛനും അവിടെ അച്ഛന്മാർ തമ്മിൽ, അവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനും എല്ലാം ബ്രാഹ്മണന് മുൻതൂക്കം കൊടുക്കും. കാരണം ബുദ്ധിയുള്ളവന് മുൻതൂക്കം കൊടുത്തേ പറ്റൂ. പക്ഷേ രാജാവ് തന്നെ അധികാരമായിരിക്കും. പക്ഷേ അയാൾ രാജാവ് തീരുമാനിക്കുന്ന വഴിയെ മറ്റവർക്കെന്ത് പറയാൻ പറ്റുള്ളൂ, ഗുരുവിന്. എന്നാലും ഗുരുവിനെ ബഹുമാനിക്കും അവർ. കാരണം പെമ്പിള്ളേരുടെ കാര്യം വരുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. പെമ്പിള്ളേർക്ക് ഈ ജാതി ചിന്ത മറ്റേതെല്ലാം കുറച്ച് തലക്ക് ഞാനാണ് വലുത് മറ്റേത് എന്നുള്ള ഉണ്ടാവും. അതുകൊണ്ട് 10 ശർമ്മിഷ്ഠ അറിയാതെ ഗുരുപുത്രിയുടെ വസ്ത്രം തൻ്റേതാണെന്ന് കരുതി എടുത്തിട്ട് അത് കണ്ടിട്ട് കോപിഷ്ഠയായ ദേവയാനി ഈ വിധം പറഞ്ഞു. ദേവയാനിക്ക് തീരെ പിടിച്ചില്ല. നമ്മൾ ബ്രാഹ്മണനായി ബ്രാഹ്മണരായ എൻ്റെ ഉടുപ്പ് ഇവളെടുത്തിട്ടാകണം. കഷ്ടം. ദാസിയുടെ യുക്തമല്ലാത്ത പ്രവൃത്തി നോക്കുക. കഷ്ടം, ഈ ദാസിയുടെ യുക്തമല്ലാത്ത പ്രവൃത്തി നോക്കുക.
എന്തെന്നാൽ യാഗത്തിലെ ഹവിസിനെ പട്ടി കട്ടെടുക്കും പോലെ ഉപമയാണ്. ഒരു യാഗത്തിലെ ഹവിസിനെ പട്ടി എന്ത് ചെയ്യുക? കട്ടെടുക്കുന്നത് പോലെ ഞാൻ ഉടുക്കേണ്ട ഉടുപ്പിനെ എടുത്തണിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉപമിക്കുന്ന ഏതിനോടാണ്? പട്ടിയോട്. ഈ ജാതിസ്പർദ്ധ മക്കളിൽ നിന്ന് തുടങ്ങുകയാണ്. അതോടുകൂടി കുടുംബത്തിൻ്റെ കാര്യമെല്ലാം ഒരു വഴിക്കാവും. ഈ രാജഭരണത്തിൻ്റെ കാര്യം ഇതാണ്. നമ്മൾ രാജഭരണത്തെ പൊക്കി അടിക്കുന്നത് ആ കാലഘട്ടത്തിൽ. ചിലവരിപ്പോഴും രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എവിടെ എത്തിക്കഴിഞ്ഞു? രാമൻ തന്നെ അത് പൊളിച്ചെടുത്തിട്ടാണ് പുതിയ വ്യവസ്ഥിതി ഉണ്ടാക്കിയത്. 12:13 യാതൊരാളിൽ ഈ വിശ്വം തപശ്ചര്യ കൊണ്ട് സൃഷ്ടിച്ചുവോ, യാതൊരാളിൽ ഈ വിശ്വം തപശ്ചര്യ കൊണ്ട് സൃഷ്ടിച്ചുവോ, ആ വിരാട് പുരുഷന്റെ മുഖം ധരിക്കുന്നു. യാതൊരാൾ ആ വിരാട് പുരുഷന്റെ മുഖം ധരിക്കുന്നുവോ. നമ്മുടെ ശരീരത്തിലെ മുഖം എന്താണ്? ബ്രാഹ്മണനാണ്, കൈ ക്ഷത്രിയനാണ്, ശരീരം വൈശ്യനാണ്, പാദം ശൂദ്രനാണ്. പിന്നെ യാതൊരുവിനാൽ ബ്രഹ്മ തേജസ് ധരിക്കപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മ തേജസ് ധരിച്ചിട്ടിരിക്കുന്നതെല്ലാം ആരാണ്? ആ ഈശ്വരൻ തന്നെയാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും വന്ദിക്കുന്ന ആൾക്കാരാണ് ബ്രാഹ്മണർ, ബ്രാഹ്മണരായ ഞങ്ങൾ. അതായത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബ്രാഹ്മണരെ, എന്നെ സ്നേഹിക്കുന്നവരെ, എന്നെ പറ്റി ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരെ, ബ്രഹ്മത്തെപ്പറ്റി മാത്രം ചിന്തിക്കുന്നവരുടെ അടിമയാണ് ഞാനെന്ന് പോലും പറയുന്ന തരത്തിൽ പലയിടത്തും കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ വിഷ്ണു ഭഗവാൻ തന്നെ ബഹുമാനിക്കുന്നവരാണ് നമ്മൾ ബ്രാഹ്മണന്മാർ. ആര്? ഈ ദേവയാനീൻ്റെ അച്ഛൻ. അപ്പം ദേവയാനിയും ബ്രാഹ്മണരും. നീ ജാതിയിൽ താണവും. ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം തമ്മിത്തല്ല് നടന്നിരുന്നവരും ബ്രാഹ്മണരും ക്ഷത്രിയരും തമ്മിലാണ്. അരികട്ടെ. അപ്പൊ അവര് പോലും വന്ദിക്കുന്ന ആ ബ്രാഹ്മണരാണ് ഞങ്ങൾ. ഇനി 14. കൂടാതെ ഞങ്ങൾ ഭാർഗവ ഗോത്രക്കാരാണ്. ഇവരുടെ പിതാവ് അസുരനാണ്. ആര്? ഈ ശർമ്മിഷ്ഠയുടെ പിതാവ്. അത് അസുരന്മാരാണ്. ഞങ്ങളുടെ ശിഷ്യനാണ്. ശിഷ്യനായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഒരു യോഗ്യതയുമില്ലാതെ അവൾ ശൂദ്രൻ വേദമന്ത്രത്തെ ഗ്രഹിക്കുന്നത് പോലെ എൻ്റെ വസ്ത്രത്തെ എടുത്ത് ധരിച്ചു. ഇവക്കൊരു യോഗ്യതയില്ല. ശൂദ്രന്മാർ വേദം എടുത്ത് വായിച്ചു നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ താല്പര്യമില്ലാത്തവരെ, പഠിച്ചവർക്ക് പോലും ഇപ്പം വേദം എടുത്തിട്ട് വായിച്ചാൽ ഒരു ലുക്കും മനസ്സിലാകുന്നില്ല. കുറച്ചൊക്കെ പഠിച്ചവർക്കും അവർക്ക് അതിനകത്തുള്ള ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ശൂദ്രൻ്റെ കാര്യം പറയണം. ശൂദ്രന്മാർ വേദം എടുത്ത് വായിക്കുന്ന പോലെ ഇവള് എൻ്റെ വസ്ത്രം എടുത്ത് ധരിച്ചിരിക്കുക. അമ്മ നമ്മൾ ചിന്തിച്ചു നോക്കി. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ജാതി വ്യവസ്ഥയെല്ലാം തലക്ക് പിടിച്ച കാലഘട്ടമാണ് രാജഭരണ കാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മൾ വിചാരിക്കും അന്നത്തെ ആൾക്കാരെല്ലാം ഭയങ്കരമാണെന്ന്. ഇത്രയും ജാതി വ്യവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് വിവേകാനന്ദൻ എന്ത് പറഞ്ഞത്? കേരളം പ്രാന്താളമാണെന്ന് പറഞ്ഞത്. 15. ഇങ്ങനെ പാഴ്വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുരുപുത്രിയോട് നിന്ദിക്കപ്പെടുകയും അമർഷത്തിൽ ചുണ്ടുകൾ കടിച്ചമർത്തുന്നതുമായ ശർമ്മിഷ്ഠ
അപ്പം ശർമ്മിഷ്ഠക്ക് ദേഷ്യം അങ്ങ് കയറി വന്ന് ഇതെല്ലാം കേട്ടപ്പോൾ ചുണ്ടെല്ലാം അങ്ങ് കടിച്ചു പിടിച്ച് ദ്രോഹിക്കപ്പെട്ട പെൺപാമ്പ് പോലെ ചീറ്റിക്കൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും ഒരു പാമ്പിനെ നമ്മൾ കുറച്ചൊന്ന് ദ്രോഹിച്ചാൽ പെൺപാമ്പ് ദ്രോഹത്തിൽപ്പെട്ട പെൺപാമ്പിന് അവന് ശൂരത ശൗര്യം കൂടുതൽ. പെൺപാമ്പ് പോലെ ചീറ്റിക്കൊണ്ട് പറഞ്ഞു. 16 എടീ പിച്ചക്കാരി, കാരണം രാജാവിൻ്റെ ചെലവിലല്ലേ ഇങ്ങനെ ജീവിക്കുന്നു. എടീ പിച്ചക്കാരി, സ്വന്തം നിലയെക്കുറിച്ച് അറിയാതെ വീമ്പ് പറയുകയാണോ നീ? പിതൃക്കൾക്ക് നൽകുന്ന ബലി കൊത്തി നടക്കുന്ന കാക്കകളെപ്പോലെ പിതൃക്കൾക്ക് ബലി നൽകുമല്ലോ, അത് കൊത്തി തിന്നുന്ന കാക്കകൾ പോലെ ഞങ്ങളെ ഗ്രഹങ്ങളെ നീ കാത്തിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കിട്ടുമെങ്കിൽ തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന മാതിരിയാണ് നിന്റെ അവസ്ഥ. ഇനി 17 ഈ തരത്തിലുള്ള പരുക്കൻ ശകാര വാക്കുകൾ ഗുരുപുത്രിയെ ആക്ഷേപിച്ചിട്ട്, അങ്ങനെ 6 പരുക്കൻ ശകാര വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഗുരുപുത്രിയെ ആക്ഷേപിച്ചു. എന്നിട്ട് അവളുടെ ഉടുതുണി തട്ടിയെടുക്കുകയും ചെയ്തു. ഉള്ള ഉടുതുണി കൂടി പിടിച്ചങ്ങെടുത്ത്. കാരണം ഇവള് രാജാവാണ്, അപ്പം ക്ഷത്രിയ സ്ത്രീയാണ്, അപ്പം തൻ്റെ കാണും. മറ്റേതിന് വാരയടിക്കാനേ കഴിയും. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നും വലിയ ശക്തിയൊന്നുമില്ല, ഇങ്ങനെ വാരയടിക്കാൻ കൊള്ളാം അവർക്ക്. അത് മക്കൾക്കും കാണുമല്ലോ. അപ്പോൾ ദേവയാനീൻ്റെ ഇവള് ക്ഷത്രിയ സ്ത്രീയല്ലേ, വസ്ത്രമല്ല, എന്നാൽ അവന് എനിക്കൊരു വസ്ത്രം വേണ്ടാന്ന് പറഞ്ഞ എല്ലാ വസ്ത്രവും ഇങ്ങെടുത്തിട്ട് അവളെ ഒരു പൊട്ടക്കനറ്റിൽ തള്ളിയിട്ടു. പിടിച്ച് തള്ളിയെന്ന് ഇത് വാരടിക്കാനേ പറ്റും. ഇതാണ് രാജാവിൻ്റെ കാര്യത്തിൽ. രാജാവ് എങ്ങനെയാണ് ക്ഷത്രിയനായ രാജാവ് വേറെ പെണ്ണിനെ ബ്രാഹ്മണപ്രഭു സ്ത്രീകളെ കെട്ടുന്നത്? അങ്ങ് ജനിച്ചെന്ന് കഴിഞ്ഞാൽ ആരെന്ത് പറയാൻ പറ്റും? ലഭിച്ചെന്ന് തലയുണ്ടാവില്ല. ഇതാണ് ക്ഷത്രിയൻ. പിന്നെ അത് മാത്രമല്ല, അത് മൂർച്ഛിച്ചു വരുമ്പോഴാണ് പരശുരാമൻ്റെ കാലഘട്ടത്തിൽ, ഗോത്ര കാലഘട്ടത്തിൽ. കാരണം ക്ഷത്രിയരാണല്ലോ നയിക്കുക. കുറേ കാലം കഴിയുമ്പം വല്ലവരും തലതിരിഞ്ഞ ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം ശല്യമായിരിക്കും. പിന്നെ എല്ലാവരും കൂടി ഇത് തല്ലിക്കൊല്ലും. ഇതെല്ലാം തന്നെ ചെയ്യുന്ന ഗോത്ര കാലഘട്ടത്തിൽ. അത് പരശുരാമൻ വന്ന് ലോകം മുഴുവൻ തല്ലിക്കൊന്ന് കിണർ രക്തം കൊണ്ട് നിറച്ചു എന്നും പറഞ്ഞ് കഥയുണ്ടാക്കി. കഥയിലൂടെ നമ്മൾ ആശയങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. 18 അവൾ വീട്ടിൽ പോയതിൽ പിന്നെ ആ വഴി സഞ്ചരിക്കുക എന്ന യയാതി രാജാവ്, ആ സമയത്ത് വേറൊരു രാജാവ് അതിലേ ഇങ്ങനെ വരികയാണ് നായാട്ടിന്. അതും അപ്പം എന്താണ്? ക്ഷത്രിയനാണ്. യയാതി രാജാവ് ദാഹിച്ച് ജലത്തിനായി കിണറ്റിൽ നോക്കിയപ്പോൾ അവിടെ കിടക്കുന്ന ദേവയാനിയെ കണ്ടു. അത്ഭുതപ്പെട്ടു. അവിടെ കിടക്കുന്ന ഒരു പെണ്ണ് ഉടുതുണിയൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. നല്ല കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, പക്ഷെ ഉടുതുണിയൊന്നും ഇല്ലാതെ അവിടെ കിടക്കുകയാണ്. അയാൾ അത്ഭുതപ്പെട്ടു പോയി കിണറ്റിൽ. ഇത് ക്ഷത്രിയൻ, ഇവള് ബ്രാഹ്മണൻ. ബ്രഹ്മത്തിൻ്റെ ഏറ്റവും അടുത്ത്. ആ വസ്ത്രവിഹീനയായ 19 വസ്ത്രവിഹീനിയായ അവൾക്ക് രാജാവ് തൻ്റെ ഉത്തരീയം വസ്ത്രം നൽകി. അയാളുടെ ഉത്തരീയം എടുത്തിട്ട് വസ്ത്രമായിട്ട് കൊടുത്തു ഉടുക്കാൻ വേണ്ടി. എന്നിട്ട് അവളുടെ കരത്തെ പിടിച്ച് കിണറ്റിൽ നിന്നും പുറത്തേക്ക് കടത്തി. അപ്പോൾ എവിടെയാണ് രാജാവ് ക്ഷത്രിയനും ഇത് ബ്രാഹ്മണ സ്ത്രീയും? ഇതെങ്ങനെ യോജിച്ചെന്നാണ് ആർക്കുള്ള സംശയം? ഹരിശ്ചന്ദ്ര അല്ല, മറ്റേ പരീക്ഷിത്ത് രാജാവിന്. ഇരുപതില് ശുക്രാചാര്യരുടെ പുത്രിയായവൾ, അതായത് ബ്രാഹ്മണ സ്ത്രീ, പ്രേമം തുളും. അപ്പം അങ്ങ് പ്രേമാങ്ങ് കയറി അവൾക്ക്. പ്രേമം വന്നു കഴിഞ്ഞാൽ പിന്നെ ജാതിയും ഇല്ല, മതവും ഇല്ല. പ്രേമം തുളുമ്പുന്ന മൊഴികളാൽ രാജാവിനോട് പറഞ്ഞു, ശത്രുരാജ്യങ്ങളെ കീഴടക്കിയ രാജാവേ,
പല ധീരനായ രാജാവ്, നിങ്ങൾ ധീരനായ രാജാവാണ്. ആകയാൽ അങ്ങയാൽ എൻ്റെ കരം പിടിക്കപ്പെട്ടു. എൻ്റെ കരം അങ്ങാണ് പിടിച്ചത്. അതിനാൽ ഇനിയൊരാൾ എൻ്റെ കരം പിടിക്കാൻ അവസരമുണ്ടാകരുത്. അതുകൊണ്ട് എൻ്റെ കരം ആദ്യമായിട്ട് നിങ്ങളാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്നെ കെട്ടിയേ പറ്റൂ. ഇനി 21, ഹേ വീരപുരുഷ, ഈ വേഴ്ച ഈശ്വരനാൽ വിധിക്കപ്പെട്ടതാണ്. കാരണം ഇത് ഈശ്വരൻ തീരുമാനിച്ചാണ്. അപ്പോൾ ഈ ബ്രാഹ്മണർ ക്ഷത്രിയരുടെ ഇടക്ക് ഇങ്ങനെ ഈശ്വരൻ വിധിച്ചിട്ടെല്ലാം കെട്ടിക്കോന്നെല്ലാം ആക്കി വെച്ചിരിക്കുകയാണ്. ആരും വ്യാഖ്യാനിക്കുകയാണ് ദേവയാനി. കാരണം അവക്കിപ്പോൾ ഇവനെ കെട്ടണം, രാജാവിനെ. ഈ ബ്രാഹ്മണ സ്ത്രീ ആയാലും ബ്രാഹ്മണനെ ഗുരു ഉപദേശിച്ച് എന്ത് കിട്ടാനാണ്? രാജാവിനെയല്ലേ ബഹുമാനം. അപ്പം എല്ലാവർക്കും ബ്രാഹ്മണ സ്ത്രീകളായാലും രാജാവിനെ കിട്ടാനല്ലേ ആഗ്രഹം ഉണ്ടാവുക. അത് പിന്നെ ആരെയോ രാജാവ് ആ പൊസിഷൻ്റെ ഒരു സ്ഥലം ഉണ്ടല്ലോ. അപ്പോഴേക്കും പിന്നെ ജാതിയും പ്രശ്നമൊന്നുമില്ല. നിങ്ങളാണ് എൻ്റെ കൈ പിടിച്ച് ഓരോ വകുപ്പ് പറയുകയാണ്. പിന്നെ ഇത് കൈ പിടിക്കേണ്ട അവസരം വന്നത് ദൈവം ഉണ്ടാക്കി തന്നെയാണെന്ന്. പിന്നെ ബാക്കിയുള്ള താഴെയുള്ളവർക്കൊന്നും ഈ ദൈവം ഉണ്ടാക്കി കൊടുക്കുന്നതൊന്നും പ്രശ്നമല്ലേ. അത് പാടില്ല, അത് വേറെ വകുപ്പ്. ഇതാണ് രാജഭരണത്തിലെ നീതി. മനുഷ്യനാൽ ഉണ്ടായപ്പെട്ടതല്ല. അതുകൊണ്ട് നമ്മൾ മനുഷ്യന്മാർ നമ്മൾ തീരുമാനിക്കൊന്നുമല്ല. ഇത് ദൈവം നിശ്ചയിച്ചാണ്. അതുകൊണ്ടാണ് എൻ്റെ കൈ പിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആക്സിഡന്റിൽ ഒരു ബ്രാഹ്മണൻ കാറ് ഓടിച്ചു വരുമ്പോൾ ഒരു സ്ത്രീ വണ്ടി തട്ടി വീണ് കഴിഞ്ഞാൽ അത് ചിലപ്പം താഴെയുള്ള ആട്ടാണ്. അവൻ കയറി കൈ പിടിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക. ആരെ തീരുമാനമാണ്? അത് പിന്നെ ജാതിയും മതമൊന്നും നോക്കണ്ട. ആരെ തീരുമാനമാണ്? ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ തീരുമാനം. അത് വേറെ പറഞ്ഞാൽ മതി. ഈ പറഞ്ഞുകൊണ്ട് വരുന്ന അധികാര സ്ഥാനത്തിലെത്തുമ്പോൾ പിന്നെ അവർ നിയമങ്ങളങ്ങ് കൃത്യമായിട്ട് ഉണ്ടായിക്കോളും. അവർ തന്നെ അത് തന്നെ നിയമം. അവിടെ ജാതിയില്ല, മതമില്ല, ഒരു നിയമവും ഇല്ല. കയ്യൊപ്പുള്ളവൻ പറയുന്നത് തന്നെ ശരി. അതുകൊണ്ട് ഇത് മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ടതൊന്നുമല്ല ഈ ബന്ധം. കാരണം കിണറ്റിൽ വീണ എനിക്ക് യാദൃച്ഛികമായാണ് അങ്ങേ ദർശനം കിട്ടിയത്. അതിപ്പോൾ ദൈവം തന്നെ കാണിച്ചു തന്നെയാണ്. പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഈ വാക്കൊന്നും പറ്റില്ല. അപ്പോൾ അധികാര സ്ഥാനത്തിരുന്നവർക്ക് അവരെന്തും പറയുക, അത് വലിയ വേദവാക്യമാരിയാക്കി എടുക്കും. ഇങ്ങനെ തന്നെയാണ് വേദത്തിലെ ദുർവ്യാഖ്യാനങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 22, കിണറ്റിൽ യാദൃച്ഛികമായിട്ടാണ് കണ്ടുമുട്ടിയത്. ദ്രവദൃഷ്ടിയാൽ ഇത് നിമിത്തമാണ്. പണ്ഡിതനായ ബൃഹസ്പതിയുടെ മകനായ കജനെ ഞാൻ ശപിച്ചത് കാരണം എനിക്കൊരു ബ്രാഹ്മണനെ ഭർത്താവായി ലഭിക്കില്ല എന്ന ശാപം ആ കക്ഷി എനിക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ബ്രാഹ്മണനെ ഒരിക്കലും ഭർത്താവായിട്ട് കിട്ടാൻ പോകുന്നില്ല. ദേവയാനി പറയുകയാണ്, പണ്ട് ബൃഹസ്പതിയുടെ മകനായ കജനെ ഇവള് ശപിച്ചു. അത് വേറൊരു കഥ. ഇങ്ങനെ കഥയിലൂടെ പല ആശയങ്ങൾ പറയും. അപ്പം അങ്ങനെ ശപിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചിങ്ങോട്ടേക്കും ശപിച്ചു. എന്ത് ശപിച്ചു? എനിക്കൊരിക്കലും ബ്രാഹ്മണനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ബ്രാഹ്മണനെ ശാപമുണ്ട്, ബ്രാഹ്മണനെ കിട്ടുമെന്നില്ല. എനിക്കതുകൊണ്ട് രാജാവായാൽ രാജാവിനെ മതി. അവളങ്ങ് നിയമങ്ങൾ ഉണ്ടാക്കിയാണ് ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഇത് ദൈവനിശ്ചയമാണ്. എന്തായാലും ശാപം കൊണ്ട് ബ്രാഹ്മണനെ കിട്ടൂല. അതുകൊണ്ട് കിടക്കട്ടെ, രാജാവ് തന്നെ ഭർത്താവായിട്ട്. ശുഗൻ പറയുകയാണ്, അത്തരം വിവാഹം സാധാരണ ഗ്രന്ഥങ്ങളാൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്തതാണെങ്കിലും ഇങ്ങനെ കുറേ സാധാരണ ഗ്രന്ഥങ്ങളുണ്ടല്ല, വിശിഷ്ട ഗ്രന്ഥങ്ങളല്ല. വേദങ്ങളിൽ ജാതിയും അതും ഒരു ചുക്കുമില്ല. ഇങ്ങനെ സാധാരണ ഗ്രന്ഥങ്ങളിൽ ഇത്തരം കാര്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും
യായതിക്ക് ഇവിടെ അതൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഒന്ന്, ഇത് ദൈവനിശ്ചയമായിട്ട് യായതി അങ്ങ് തീരുമാനിച്ചു. ശരി തന്നെ, ഇത് ദൈവനിശ്ചയമാണ്. നമുക്ക് എന്തിനും ഓരോ വാദങ്ങളുണ്ടല്ലോ, നമ്മളെ ന്യായീകരിക്കാൻ ഇത് ദൈവനിശ്ചയം, കിണറ്റിലെല്ലാം വീണ്ട വല്ല കാര്യമുണ്ടോ തോന്നുമ്പോൾ തോന്നും ശരിയാ ദൈവം. അപ്പം ദൈവത്തിന് ജാതി മതമൊന്നും ഇല്ല എന്നുള്ള സത്യം അവിടെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. പിന്നെ ദേവയാനിയുടെ സൗന്ദര്യത്തിലും ആകൃഷ്ടനായി. അദ്ദേഹം ആ സൗന്ദര്യം കണ്ടപ്പോൾ അങ്ങേർക്ക് വലിയ ആകൃഷ്ടനായി. അതുകൊണ്ട് അവളുടെ അപേക്ഷ അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ 24 അതിനുശേഷം ജ്ഞാനിയായ രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി. ദേവയാനി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്കും മടങ്ങി. തൻ്റെ പിതാവിനോട് അവളെ സംഭവങ്ങളെല്ലാം വിവരിച്ചു. തന്നെ കിണറ്റിൽ നിന്നും രക്ഷിച്ച രാജാവിനെ കുറിച്ച് പറയുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും, നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞു. 25 ദേവയാനിക്ക് സംഭവിച്ചറിഞ്ഞ ശുക്രാചാര്യർ ദുഃഖിച്ചു. ശുക്രാചാര്യർക്ക് ദേഷ്യം വന്നു. ദേവയാനിക്ക് ഇങ്ങനെയല്ല, എൻ്റെ മോക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചറിഞ്ഞിട്ട്. പക്ഷെ എന്തെങ്കിലും ഉണ്ടാകാൻ പറ്റുമോ? അവിടെ ഇരിക്കുന്ന രാജാവാണെങ്കിൽ അവിടെ ഒന്നും മിണ്ടാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പൗരോഹിത്യ തൊഴിലങ്ങ് അവസാനിപ്പിച്ചു. എനിക്കിനി ഇവിടുത്തെ പൗരോഹിത്യ ജോലിയൊന്നും വേണ്ട. വയലിൽ നിന്നും ധാന്യങ്ങൾ ശേഖരിക്കുന്നതെന്ന് തന്നെ നല്ലത് എന്ന് പ്രശംസിച്ച് മകളോടൊപ്പം വീട് വിട്ടു. ഈ പൗരോഹിത്വം കൂടി ഇരിക്കുന്നത്, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിനും നല്ലത് വല്ല വയലിൽ നിന്നും ധാന്യം ശേഖരിച്ച്, ബ്രാഹ്മണർക്ക് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ നടന്നിട്ട് കിട്ടുന്നത് പൊറുക്കിയെടുത്തിട്ട് തിന്ന് ജീവിച്ചോളുക. ഇത് തന്നെയാണ് നല്ലതെന്ന് അദ്ദേഹം തീരുമാനിച്ച് മോളെയും കൂട്ടി വീട് വിട്ടു. അപ്പം 26 ശുക്രാചാര്യൻ തന്നെ ശപിക്കുമോ ശിക്ഷിക്കുമുക്കാൻ വരുമോ എന്ന് വിഷപർവ രാജാവിന് മനസ്സിലായി. പക്ഷേ രാജാവിൻ്റെ സ്ഥാനം കസേര ഉറക്കുന്നത് ശുക്രാചാര്യരെ പോലെയുള്ള ബുദ്ധിയുള്ള ആൾക്കാരാണ്. ബുദ്ധിയുള്ള ആൾക്കാർ ആ സീറ്റിലില്ലെങ്കിൽ രാജാവിൻ്റെ കാര്യം പോക്കാണ്. എപ്പോഴും ബുദ്ധിയുള്ളവർക്കേ രാജാവിന് നേരായ നിലയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. രാജാവിന് ബുദ്ധി ധീരതയേ ഉള്ളൂ. ലോകം കൊണ്ടുപോകേണ്ട ബുദ്ധിയൊന്നും രാജാവിന്. നല്ല ആളില്ലെങ്കിൽ ഭരണാധികാരികൾ തെണ്ടിപ്പോകും. അപ്പം രാജാവിന് മനസ്സിലായി, ഇയാൾ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം രാജാവും ആവില്ല, എല്ലാം പൊളിഞ്ഞ് മൂക്കുത്തി വീഴും. പിന്നെ ഇയാൾ ഇനി എന്തെല്ലാം കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്നുള്ള. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്? രാജാവ് ഇയാളിനി എന്നെ ശപിക്കുമോ എന്നുള്ളത്. ശപിക്കുമോ എന്നുള്ളത് ആർത്തരത്തിലൊന്നും കഥയിൽ പറയുന്ന മാതിരി എടുത്താൽ മതി. ഇയാൾ പിന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിരുന്നിട്ട് എഴുതി എന്തായിരിക്കും? ഇയാൾ ചെയ്യുന്ന കുറ്റങ്ങൾ അതിൻ്റെ ശേഷം പിന്നെ ഇയാൾ ചെയ്യുന്നതെല്ലാം മണ്ടത്തരായിരിക്കും. നല്ലൊരു ഉപദേശിക്കുന്ന ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ, നല്ലൊരു വേറൊരു ബ്രാഹ്മണനെ കിട്ടിയിട്ടില്ലെങ്കിൽ. ശുക്രാചാര്യനാണല്ലോ ഏറ്റവും നല്ല ബ്രാഹ്മണൻ, ഉപദേശം. അപ്പം അതിന് നല്ല കിട്ടാൻ സാധ്യതയില്ല. അപ്പം പിന്നെ ശുക്രാചാര്യ ദൂരത്തിൻ്റെ വേണ്ട, അവൻ കാട്ടിക്കൂട്ടുന്നുണ്ടാകും. അതോടുകൂടി ജനങ്ങളും തിരിയും. അപ്പം എപ്പോഴും ബുദ്ധിയുള്ളവരെ രാജാക്കന്മാർക്ക് ഭയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാലത്തും ബുദ്ധിയുള്ളവർ ഭരണത്തിൻ്റെ കുറ്റം പറയുമ്പോൾ അവരെ പിടിച്ച് എന്തെങ്കിലും കേസ് കുടുക്കിയിട്ട് അകത്താക്കും. ഇക്കാലത്തടക്കം ബുദ്ധിയുള്ളവരെ ഭരണാധികാരികൾക്ക്, കാരണം ബുദ്ധിയുള്ളവർ ദൂരെ നിന്നുകൊണ്ട് ഓരോ കുറ്റങ്ങൾ എന്തെങ്കിലും ഭരണാധികാരികൾ തെറ്റ് ചെയ്യുമ്പോൾ ദൂരെ നിന്നുകൊണ്ട് വിളിച്ചു പറയും. അത് ജനം കേട്ട് കഴിഞ്ഞാൽ ആകെ കുഴപ്പമാവും. അതുകൊണ്ട് ഇവരെ പേടിയാണ്. ആ സത്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് ശുക്രാചാര്യെ തന്നെ ശപിക്കുമോ എന്നല്ല, കഥയിൽ അങ്ങനെയെല്ലാം പറയും. ശപിക്കുക എന്നല്ല, ശിക്ഷിക്കാനോ വരുമോ എന്ന് വൃഷപർവ രാജാവിന് മനസ്സിലായി ഇങ്ങേര് പാരവെക്കും. അതിനാൽ അതിനു മുമ്പ് അദ്ദേഹം എന്ത് ചെയ്ത്, അദ്ദേഹത്തെ തേടി പിടിച്ചിട്ട് കാൽക്കലങ്ങ് വീണു. നീ പോകരുത് എന്നും പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കോപം അടക്കി അദ്ദേഹത്തെ തൃപ്തനാക്കി. പലതും പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ശാന്തനാക്കി, ക്ഷമിക്കുകയാണ്.
ഇപ്പം 27 ശക്തനായ ശുക്രാചാര്യരെ തൃപ്തനായി രാജാവോട് പറഞ്ഞു, ദേവയാനിയുടെ ആഗ്രഹം, എൻ്റെ മോളെ കാര്യം ഒന്ന് നിറവേറ്റി കൊടുക്കുക, അവൾക്കൊരു ആഗ്രഹമുണ്ട്, അതൊന്ന് നിറവേറ്റി കൊടുക്കുക. കാരണം അവൾ എൻ്റെ മകളാണ്. എൻ്റെ മകളെ ഈ ലോകത്ത് എനിക്ക് ഉപേക്ഷിക്കാനോ അവഗണിക്കാനോ പറ്റില്ല. എനിക്കെൻ്റെ മോളെ ഉപേക്ഷിക്കാനോ അവഗണിക്കാനോ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനവിടെ വന്നിരുന്നോളാം. പക്ഷേ എൻ്റെ മോളെ അങ്ങ് തൃപ്തിപ്പെടുത്തണം. 28 അപ്പോൾ വൃഷപർവൻ ദേവയാനിയുടെ ആഗ്രഹം നിറവേറ്റാൻ സമ്മതിച്ചു. അവളുടെ വാക്കുകൾക്കായി കാത്തുനിന്നു. അപ്പോൾ ദേവയാനി തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. എൻ്റെ പിതാവിൻ്റെ ആജ്ഞപ്രകാരം ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എല്ലാ സുഹൃത്തുക്കളോടൊപ്പം ശർമ്മിഷ്ഠയും അവരുടെ സുഹൃത്തുക്കളും എൻ്റെ വേലക്കാരിയായിരിക്കണം. എൻ്റെ അച്ഛൻ എന്നെ കെട്ടിപ്പിക്കുമ്പോൾ ശർമ്മിഷ്ഠ സുഹൃത്തായിട്ട് എൻ്റെ കൂടെ എൻ്റെ വേലക്കാരിയായിട്ട് അവളുടെ എല്ലാ സിൽബന്ധികളും അടക്കം എൻ്റെ വേലക്കാരിയായിട്ട് നിൽക്കണമെന്ന്. അപ്പോൾ രാജാവിന് സമ്മതിക്കാതിരിക്കാൻ പറ്റും. പക്ഷേ ഈ രാജാവ് കുറച്ച് നീതിമാനായ രാജാവായത് കൊണ്ടാണ് ഇതെനിക്ക് സംഭവിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ പിന്നെ വേറെ ഗോത്രവർഗത്തിലുള്ള ബാക്കിയുള്ള രാജാക്കന്മാരാണ് എൻ്റെ മോളെ നിനക്ക് വേലക്കാരിയാണ്. അപ്പം തന്നെ രണ്ടിൻ്റെയും ശുക്രാചാര്യ തലയറക്കും, മോളെ തലയറത്തിട്ട് കാട്ടിക്കൊട്ടും. പക്ഷേ ഇന്നേരം കുറച്ച് മാന്യമായ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജാവായതുകൊണ്ട് സമ്മതിച്ചു. ശുക്രാചാര്യരുടെ അപ്രീതി അപകടമാണെന്നും അപ്പം ശുക്രാചാര്യരുടെ അപ്രീതി അപകടകരമാണെന്ന് ശുക്രാചാര്യൻ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. കാരണം ബുദ്ധിയുള്ളവരെ എന്തെങ്കിലും മുഷിപ്പിച്ചിട്ട് വിട്ടുകഴിഞ്ഞാൽ ആ ബുദ്ധി അവനെ എവിടെയെങ്കിലും കെട്ടി രാജാവിനെതിരായിട്ട് പ്രയോഗിക്കും. ആ രാജാവിൻ്റെ കാര്യം അതോടെ പോക്കാണ്. കാരണം ബുദ്ധിയുള്ളവരുടെ അവൻ്റെ വലിയ ആയുധം ബുദ്ധിയാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്ത കക്ഷിയാണ്. എന്ത് ചെയ്ത് തെറ്റില്ലോ സ്വാർത്ഥതയെല്ലാം കാണും. അതല്ല ഇദ്ദേഹം ജനങ്ങളെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? അതുകൊണ്ട് ബുദ്ധിയാണ് ലോകത്തെ നയിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ വിട്ടുകഴിഞ്ഞാൽ അപകടകരമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതേസമയം ആ ബുദ്ധിയുള്ളപ്പോൾ ആളെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? എനിക്ക് ബൗദ്ധികപരമായ വളരെ നേട്ടങ്ങളുണ്ടാകും. അപ്പം രാജാവിനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഗുരുവിനെ തൃപ്തിപ്പെടുത്തിയാൽ രാജാവിനെ ശരിയായി നയിച്ചിട്ട് നല്ല നിലയിൽ ഭൗതിക സുഖങ്ങളെല്ലാം നേടാമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ട് രാജാവ് ശുക്രാചാര്യരുടെ ആജ്ഞയെ പാലിച്ചുകൊണ്ട് ഒരു അടിമയെപ്പോലെ അദ്ദേഹത്തെ സേവിച്ചു. അദ്ദേഹം ഒരു അടിമയെപ്പോലെ അദ്ദേഹത്തെ സേവിച്ചു. അദ്ദേഹം തൻ്റെ മകൾ ശർമ്മിഷ്ഠയെ ദേവയാനിക്ക് നൽകി. ശർമ്മിഷ്ഠ ദേവനിയെ ഒരു അടിമ കണക്കെ സേവിച്ചു, ആയിരക്കണക്കിന് മറ്റ് സ്ത്രീകളോടൊപ്പം. ഇതിൻ്റെ 30 പറയുകയാണ്, ദേവയാനിയെ യായതി വിവാഹം കഴിച്ചപ്പോൾ പിന്നെ വിവാഹം കഴിച്ചു കൊടുത്തു. ശർമ്മിഷ്ഠയെ കൂടെ കൊണ്ടുപോകുവാൻ ശുക്രാചാര്യർ ആവശ്യപ്പെട്ടു. കാരണം എന്ത് വേണം? ശർമ്മിഷ്ഠക്ക് ആ വാശിയുള്ളിൽ തന്നെ കിടക്കുകയാണ്. ഇവളെ വിട്ടുകൂടാ. കല്യാണം കഴിച്ചിട്ട് അങ്ങ് പോകുമ്പോഴേ അവളെ അങ്ങനെ വിട്ടാൻ പറ്റില്ല. അവള് വേലക്കാരിയായിട്ട് പിന്നാലെ വന്നോളണം. അപ്പോൾ ശുക്രാചാര്യർ എന്ന് പറഞ്ഞു, ഇവളെയും കൂടി കൂട്ടിക്കൊണ്ടുപോയിക്കോളണം. രാജാവോട് പറഞ്ഞു. കാരണം മോളെ തൃപ്തിപ്പെടുത്താൻ മോക്ക ഉള്ളിൽ ആ പ്രതികാരതാവുണ്ടല്ലോ. എന്നാൽ പോട്ടിവളെന്ന് വെച്ചല്ല, അവളെയും കൂടി അടിമയായിട്ട് വേണം. പക്ഷേ എന്നാൽ അദ്ദേഹം രാജാവിന് ഒരു മുന്നറിയിപ്പ് നൽകി. ആര്? ശുക്രാചാര്യര്
യായതി വിവാഹം കഴിച്ചപ്പോൾ അതേ രാജാവിനൊരു മുന്നറിയിപ്പ് നൽകി. എൻ്റെ പ്രിയപ്പെട്ട രാജാവേ, ഈ പെൺകുട്ടിയെ, അതായത് ശർമ്മിഷ്ഠയെ ഒരിക്കലും നിങ്ങളുടെ കിടക്കയിൽ കിടക്കാൻ അനുവദിക്കരുത്. കാരണം ഇവളും കാണാൻ നല്ല തന്നെയാണല്ലോ. അതുകൊണ്ട് ശുക്രാചാര്യർക്ക് നല്ലോണം അറിയാം എന്ത് നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അവർക്ക് വേലക്കാരി ആയിട്ട് കീഴേ വേണം. ശുക്രാചാര്യരുടെ ബുദ്ധി അതിൻ്റെ അപ്പുറം പോവുകയാണ്, നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് രാജാവോടെന്ത് പറഞ്ഞു, യായതിയോടെന്ത് പറഞ്ഞു, ഈ പെൺകുട്ടിയെ, അതായത് ശർമ്മിഷ്ഠയെ ഒരിക്കലും നിന്റെ കിടക്കയിൽ കിടക്കാൻ അനുവദിക്കരുത്. ഇനി 31 ഒരു ദിവസം ദേവയാനിയെ ഒരു നല്ല പുത്രനോടൊപ്പം കണ്ടപ്പോൾ, അപ്പം ദേവയാനിക്ക് ഒരു നല്ല പുത്രനുണ്ടായി രാജാവിന്. അപ്പം ആ പുത്രൻ്റെ എല്ലാം കഴിവെല്ലാം കണ്ടപ്പോൾ ഗർഭധാരണത്തിന് അനുയോജ്യമായ സമയത്ത്, അവൾക്കും ഗർഭധാനം നടക്കാൻ അനുയോജ്യമായ സമയത്ത്, ഈ വാക്കുപയോഗിക്കുന്നതിന് കാര്യമുണ്ട്. കാരണം ആരെ കൊണ്ട് കെട്ടിപ്പിക്കുന്നത് എന്നല്ല തീരുമാനിക്കുന്നത് ആ ശക്തിയാണ്. അതിനൊരു പ്രത്യേകതരം കുട്ടി വേണമെങ്കിൽ ദേവയാനിയെ കിണറ്റിലും പിടിച്ചു തള്ളിയിടും, വേറെ ആളെ കൊണ്ട് കിണറ്റിലും തള്ളി പിടിപ്പിക്കും, എന്നിട്ട് ഈ ആയതീനെ കൊണ്ട് കെട്ടിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് ഒരു സുന്ദരമായ നല്ല കുട്ടിയും കിട്ടി. ഇനി ഇതേ ശക്തിക്ക്, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഗർഭധാരണത്തിന് അനുയോജ്യമായ സമയത്ത് ശർമ്മിഷ്ഠ രാജാവിനെ സമീപിച്ചു. ആ ശക്തി വിശേഷം ശർമ്മിഷ്ഠയെ രാജാവിൻ്റെ അടുത്ത്, അനുയോജ്യമായ സമയം എന്ന് പറഞ്ഞാൽ അവരിലൂടെ വേറൊരു തരം കുട്ടിയും വേണം. അതിൻ്റെ ജനിത ഇതിനകത്താണല്ലോ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഗർഭധാരണത്തിന് അനുയോജ്യമായ സമയത്ത് ശർമ്മിഷ്ഠ യായതി രാജാവിനെ സമീപിച്ചിട്ട് ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് യായതി രാജാവിനോട് തനിക്കും ഒരു പുത്രൻ ഇതിനാൽ നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. അവളും പറഞ്ഞു, എനിക്കും അങ്ങയുടെ ഒരു പുത്രൻ വേണം, മറ്റേ കുട്ടി നല്ലയുണ്ട്. കാരണം ഇവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. 32 രാജാവിന് മതതത്വങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. മതതത്വങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്താ മതതത്വം? ഈ കല്യാണമെല്ലാം കഴിപ്പിക്കുന്നത് വേദം പറയുന്നതാണ്. അതാണ് മതതത്വങ്ങൾ പറയുന്നത്, മതഗ്രന്ഥങ്ങൾ പറയുന്നത്. വേദങ്ങൾ പറയുന്നത് എന്താണ്? ആരെ കെട്ടണമെന്നെല്ലാം തീരുമാനിക്കുന്ന അതാണ്. അതിനൊരു കുട്ടി വേണമെങ്കിൽ അതിന് പറ്റിയ ആൾക്കാരെ തമ്മിൽ ജീവിക്കാം. അതിന് ഭാര്യ കല്യാണം കഴിച്ചോണ്ടാണോ, കല്യാണം കഴിച്ചിട്ടില്ലേ, അതൊന്നും ആ കാലത്തിന് താല്പര്യമില്ല. വലിയൊരു ശാസ്ത്രതത്വമാണ്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, കഥകളിൽ നോക്കിക്കഴിഞ്ഞാൽ പലവരും പലയിടത്തുമാണ് കുട്ടികളെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. കാരണം ഒരു നല്ലൊരു പാടാനും നൃത്തം ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരു കുട്ടി വേണമെങ്കിൽ, നല്ല പാടാൻ കഴിവുള്ള ഒരു പുരുഷനും നല്ല പാടാൻ കഴിവുള്ള ഒരു സ്ത്രീയും തമ്മിൽ ചേർത്താൽ നല്ലൊരു കുട്ടി കിട്ടും. പ്രകൃതി അപ്പോൾ എന്ത് ചെയ്യുക? അവരെ നോക്കും. ചിലപ്പോൾ അവർക്ക് വേറെ ഭർത്താവും ഭാര്യയെല്ലാം ഉണ്ടാവും. അതൊന്നും പ്രകൃതിക്ക് നിയമമല്ല. പ്രകൃതി അത് ചെയ്യേണ്ടത് സാധിപ്പിച്ചെടുക്കും. പ്രകൃതിക്ക് ഇങ്ങനെ വിചാരങ്ങളോ ബന്ധമാണോ ഭാര്യയാണോ ഭർത്താവാണോ എന്നുള്ള ചിന്തയൊന്നുമില്ല. ഇതാണ് വേദങ്ങളുടെ അടിസ്ഥാനം. ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും ആ ശക്തി തീരുമാനിച്ചതാണ്. നമുക്കിതിൽ വെറും നടൻ്റെ നടിയുടെ റോളേ ഉള്ളൂ. അതുകൊണ്ടാണ് രാജാവിന് മതതത്വങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളതിനാൽ അവളുടെ ആഗ്രഹം നിറവേറ്റുവാൻ അദ്ദേഹം തയ്യാറായി. കാരണം കഥയിൽ ഇങ്ങനെ ഒരു കുട്ടി ആവശ്യമുണ്ടെങ്കിൽ കഥ മുന്നോട്ടേക്ക് പോകും.
കഥയല്ല, ചരിത്രമാണ് കഥ രൂപത്തിൽ പറയുന്നത്. ആ കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ലേ? രാജാക്കന്മാരെന്തെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്? ചരിത്രം എടുത്ത് നോക്കിയാൽ മതി. ശുക്രാചാര്യരുടെ മുന്നറിയിപ്പ് അദ്ദേഹം ഓർത്തെങ്കിലും, അപ്പോൾ മതം അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ശുക്രാചാര്യരുടെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് ഓർത്തെങ്കിലും അത് ഓർത്തു. പക്ഷേ മതഗ്രന്ഥം പറയുന്നതാണ് സത്യം. ആ ശക്തി തീരുമാനിക്കുന്നതാണ്. അല്ല ശുക്രാചാര്യൻ നാളെ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നടക്കേണ്ട സമയം കാര്യം നടന്നിരിക്കും. ഓർത്തെങ്കിലും ആ ഐക്യത്തെ പരമാത്മാവിൻ്റെ ആഗ്രഹമായി അദ്ദേഹം കരുതി. അത് പരമാത്മാവ് തീരുമാനിച്ചതാണ് ഇങ്ങനെ ഒരു കുട്ടീനെ ഉണ്ടാക്കണം. അപ്പൊ പരമാത്മാവാണ് അവിടെ കൊടുത്തിട്ട് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. ഇതിലൂടെയല്ലേ എത്ര വലിയ തത്വങ്ങളാണ് പറഞ്ഞു തരുന്നത് എന്ന് നോക്കിയോളൂ. അപ്പോൾ ആരെങ്കിലും രണ്ട് കുട്ടികളെല്ലാം ഇങ്ങനെ ഇതെല്ലാമായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരമാത്മാവിൻ്റെ ആവശ്യമാണ്. മനുഷ്യരതിൻ്റെ അതെല്ലാം വെറും കരുക്കൾ മാത്രം. അങ്ങനെ അദ്ദേഹം ശർമ്മിഷ്ഠയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇനി 31 ദേവയാനി യദുവിനും തുർവസുവിനും ജന്മം നൽകി. ശർമ്മിഷ്ഠക്ക് ദുഹു, അനു, പുരു എന്നിവർ ജനിച്ചു. 34 പറയുകയാണ് അഹങ്കാരിയായ ദേവയാനിക്ക്. അപ്പം ഇവിടെ ദേവയാനിയെ അഹങ്കാരിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ നിലയിൽ കുറ്റം ചെയ്തയാണ് ആരായിരിക്കും? ശർമ്മിഷ്ഠയായിരിക്കും നമ്മളെ വീക്ഷണത്തിൽ. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? അഹങ്കാരിയായ ദേവയാനിക്ക് ശർമ്മിഷ്ഠ തൻ്റെ ഭർത്താവിൽ നിന്നും ഗർഭിണിയായത് അറിഞ്ഞപ്പോൾ അഹങ്കാരമാണെന്നാണ് പറയുന്നത്. കാരണം അത് ഈശ്വര നിശ്ചയമാണ്, നടക്കേണ്ടത് നടക്കുന്നു. അതിലൊന്നും പിന്നെ വേറെ വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല, അഹങ്കരിക്കാനൊന്നും കാര്യമില്ല. അവൾ കോപത്തോടെ ജ്വലിച്ചു പിതാവിൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തായാലും പെട്ടി എടുത്തിട്ട് പിതാവിൻ്റെ വീട്ടിലേക്ക് പോകും. 35 അത്യധികം കാമഭ്രാന്തനായ യായതി രാജാവ് ഭാര്യയെ പിന്തുടർന്നു, അവളെ പിടികൂടി. അപ്പം യായതിക്ക് പേടിയായി. അത് രാജാവാണല്ലോ. മറ്റേത് കഥയിൽ അങ്ങനെയെല്ലാം വെച്ച് കാച്ചെന്നെയാണ്. അപ്പം പിന്നാലെ ഓടിച്ച് അവളെ പിടികൂടി. മനോഹര വാക്കുകൾ പറഞ്ഞു, കാല് പിടിച്ചു, കാല് തിരുമ്മിക്കൊടുത്തു. ഒരു രക്ഷയില്ല. അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. കാലെല്ലാം തിരുമ്മിയിട്ടാണ് സമാധാനിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഒരു തരത്തിലും തൃപ്തിപ്പെടുത്താനായില്ല. എൻ്റെ 36 എന്നിട്ട് വീട്ടിൽ പോയിട്ട് അച്ഛനോട് പറയല്ല. അപ്പം ശുക്രാചാര്യർ അത്യധികം കോപം വന്നു. സ്ത്രീകളെ മോഹിക്കുന്ന അസത്യവാദിയായ വിഡ്ഢി, നീ വലിയൊരു തെറ്റ് ചെയ്തു. ആരോട് പറയുകയാണ്? യായതിയോട്. അതിനാൽ വാർദ്ധക്യത്താലും അംഗവൈകല്യത്താലും നീ ആക്രമിക്കപ്പെടട്ടെ, വികൃതമാക്കപ്പെടട്ടെ എന്ന് ശപിച്ചു. നീ ഇത്ര സുന്ദരന് ഇതെല്ലാം ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ എനിക്കിതെല്ലാം തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, നീ പടുകടവനായി പോട്ട്, നിൻ്റെ അംഗവൈകല്യങ്ങളും എല്ലാം സംഭവിക്കട്ടെ, കയ്യും കാലും എല്ലാം ഒരുമാതിരി വയസ്സന്മാർക്കുള്ളല്ലോ വിറയലും ഇതെല്ലാം ആയിട്ട് ബലമൊന്നും ഇല്ലാതെ ആയിക്കോട്ടെ എന്ന് ശപിച്ചു. 37 യായതി രാജാവ് പറഞ്ഞു, ഹേ പണ്ഡിതരും പൂജ്യനുമായ ബ്രാഹ്മണരെ. അദ്ദേഹം ബ്രാഹ്മണരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. പണ്ഡിതനും പൂജനീയനുമായ ബ്രാഹ്മണരെ, നിങ്ങളുടെ മകളോടുള്ള കാമമോഹത്താൽ ഞാൻ ഇതുവരെ തൃപ്തിപ്പെട്ടിട്ടില്ല. അതായത് നിങ്ങളെ മോളുമായിട്ടുള്ള ആ ബന്ധത്തിലെ തൃപ്തി ഇതുവരെ
അവളെയും തൃപ്തിപ്പെടുത്തിയിട്ടില്ല, എനിക്കും തൃപ്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അവൻ പുതിയൊരു തന്ത്രം ഉപയോഗിക്കുകയാണ്. അവൾക്ക് ഇന്നും തൃപ്തിയൊന്നും ആയിട്ടില്ല, ചെറിയ പ്രായമല്ലേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെയല്ല ശപിച്ചു കഴിഞ്ഞാൽ ഈ കളവനെയും കൊണ്ട് അങ്ങയുടെ മോള് നടക്കേണ്ടി വരുമല്ലോ. അത് വലിയ കാരണം കളവനായാൽ ആരാ ഭർത്താവാണ് കളവനാകുന്നത്? സ്വന്തം മോളാണ്. അതുകൊണ്ട് ബുദ്ധിപരമായി പറയുകയാണ്, പൂജനീയനായ ബ്രാഹ്മണരെ, നിങ്ങളുടെ മകളോടുള്ള കാമമോഹങ്ങൾ ഞാൻ ഇതുവരെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു. അപ്പോൾ ശുക്രാചാര്യർക്ക് ബോധം വന്നു. അത് ശരിയാണല്ലോ, കിളവിയായിപ്പോയാൽ ആരെ ഭർത്താവാണ് കിളവിയാകുന്നത്? തൻ്റെ മോളെ ഭർത്താവ്. നിങ്ങളുടെ ഈ വയസ്സ് നിങ്ങൾക്ക് കൈമാറാൻ വേറെ ആരോടെങ്കിലും കൈമാറിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് അവരുടെ യൗവനവും നിങ്ങളുടെ വയസ്സും പരസ്പരം വെച്ച് കൈമാറാമെന്നുള്ളൊരു ശാപമോഷം കൊടുക്കുകയാണ്. ഇദ്ദേഹം വയസ്സാനാവും. അപ്പോൾ ഇയാളുടെ വയസ്സ് അല്ലെ പ്രായമായ അവസ്ഥ വേറെ ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങേർക്കായിട്ട് കൈമാറിക്കോ, അങ്ങേരെ യൗവനം എടുത്തോ, നിങ്ങളുടെ വാർദ്ധക്യം അവന് കൊടുത്തോ. അങ്ങനെ ഒരു ശാപമോഷമാണ് കൊടുത്തത്. ഇതെല്ലാം കഥയിൽ പറയാൻ വേണ്ടിയുള്ളതാണ്, അല്ലാതെ ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും കൈമാറാനൊന്നും പറ്റില്ല. ഇനി 38 ശുക്രാചാര്യരിൽ നിന്നും ഈ വരം ലഭിച്ച യായതി തൻ്റെ മൂത്ത മകനോട് ചോദിച്ചു. അപ്പം മൂത്ത മകനെ തന്നെ വിളിച്ചിട്ട്, പ്രിയപ്പെട്ട യദു, എൻ്റെ വയസ്സും വൈകല്യവുമെല്ലാം അങ്ങ് മോനോട് നിൻ്റെ യൗവനം എനിക്ക് തന്നിട്ട് നീ ഇതങ്ങ് സ്വീകരിക്കും. പ്രിയ മകനെ, എൻ്റെ ലൈംഗിക അഭിലാഷങ്ങൾക്കൊന്നും ഞാൻ ഇതുവരെ തൃപ്തിയായിട്ടില്ല. എൻ്റെ ലൈംഗിക അഭിലാഷങ്ങളൊന്നും ഇതുവരെ എനിക്ക് തൃപ്തിയായിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മോനെ, നീ കുറച്ചു കാലം നിൻ്റെ യൗവനം എനിക്ക് അതെല്ലാം ഒന്ന് ആസ്വദിച്ച് ഞാൻ തീർക്കട്ട്. എന്നിട്ട് നീ എൻ്റെ ദയയെ കാണിക്കൂ, എൻ്റെ വാർദ്ധക്യത്തെ നീ സ്വീകരിക്കൂ, എന്നിട്ട് നിൻ്റെ യൗവനം എനിക്ക് തരിക. ഇപ്പം 46 യദു പറഞ്ഞു, അപ്പം യദു എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങ് യുവാവായിട്ടും വാർദ്ധക്യത്തിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് വെച്ചിട്ടുള്ള ഈ ഇടയ്ക്കുള്ള പരിപാടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഭൗതിക സുഖങ്ങൾ, ലൈംഗികപരമായ സുഖം നേടിയതിൻ്റെ ശേഷം മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകാൻ പറ്റൂ എന്നാണ് സത്യം. അതായത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമത്തിൽ ലൗകിക സുഖം എല്ലാം അനുഭവിച്ചിട്ടാണ് എനിക്ക് ഏതിലേക്ക് പോകേണ്ടത്? സന്യാസത്തിലേക്ക് പോകേണ്ടത്. അത് അനുഭവിക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഇവനെല്ലാം സാധാരണ മനുഷ്യനാണ്. സാധാരണ മനുഷ്യൻ ഈ 4 സ്റ്റേജും കടന്നു പോകണം അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഇതനുഭവിക്കാതെ എൻ്റെ വാർദ്ധക്യം മുഴുവൻ അങ്ങ് തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെക്കൊണ്ടിത് പറ്റില്ല എന്ന് 40 പറയുന്നു. എന്നിട്ട് അങ്ങനെ അത് അനുഭവിച്ചാൽ മാത്രമേ വിരക്തി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ്. വിരക്തി ഉണ്ടായാൽ മാത്രമേ എനിക്ക് പിന്നെ മറ്റേ ഇതിലേക്കെല്ലാം പോകാൻ പറ്റുള്ളൂ. അപ്പം വിരക്തി ഉണ്ടാകണമെങ്കിൽ ആദ്യം ഇതെല്ലാം അനുഭവിച്ചിട്ട് വിരക്തി ഉണ്ടാകണം. അതുകൊണ്ട് ഇപ്പോൾ അതങ്ങ് തന്നിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ വഴിമുട്ടിപ്പോവും, ലക്ഷ്യത്തിലൊന്നും എത്തില്ല. അതുകൊണ്ട് ആദ്യം അതെല്ലാം അനുഭവിച്ചിട്ട് വിരക്തി ഉണ്ടാകുമ്പോൾ എനിക്ക് എന്തിലേക്ക് പോവാം? ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകാം. അതായത് കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം തന്നെ, വേറൊന്നുമില്ല. 41 പറയുകയാണ്, പിന്നെ യായതി തൻ്റെ മക്കളായ തുർവസു, യദു, അനു എന്നിവരോടെല്ലാം ഇതേ ചോദ്യം ചോദിച്ചു. എന്നാൽ അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, മതപരമായ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. മതപരമായ കാര്യങ്ങൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജീവിതം എന്താണ്? നശ്വരമാണ്.
ഈ യൗവനം എന്നെല്ലാം പറയുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതെല്ലാം മതഗ്രന്ഥങ്ങൾ പറയുന്നത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം നിസ്വാർത്ഥമായ കർമ്മമാണ് എന്നെല്ലാം മതപരമായ. മാത്രമല്ല ഇനി പുരു അത് വ്യാഖ്യാനിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ അതിനെ കടന്നിട്ട് മുന്നോട്ടേക്ക് പോകാം. അവരെന്താണ് കണക്കാക്കിയത്? ഈ യൗവനം എന്ന് പറഞ്ഞതാണ് ശാശ്വതമായത്, ശാശ്വതമായിട്ടുള്ളതാണ് ഈ യൗവനം എന്നൊന്നും നിലനിൽക്കുന്നത്. യൗവനമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് അത് കളഞ്ഞു കുളിക്കാനൊന്നും അവർ തയ്യാറില്ല. അതുകൊണ്ട് അവർ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചില്ല. ഇനി 42 പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പുത്രനെ പുരുവിനെ സമീപിച്ചിട്ട് രാജാവ് പറഞ്ഞു, പ്രിയ മകനെ, നിന്റെ മൂത്തവരെ പോലെ നീ ആകരുത്. നീ പിതാവിൻ്റെ വാക്ക് നിനക്ക് ധിക്കരിക്കുവാൻ പാടില്ല. അപ്പോൾ നിന്റെ കടമയാണ് പിതാവിൻ്റെ വാക്ക് അനുസരിക്കൽ. അപ്പോൾ 43 പുരു പറയുകയാണ്, പുത്രൻ പറയുകയാണ്, ഹേ രാജാവേ, ലോകത്ത് ആർക്കാണ് തൻ്റെ പിതാവിനോടുള്ള കടം വീട്ടുവാൻ കഴിയുക? അവൻ പുത്രൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, പിതാവിനോടുള്ള കടം വീട്ടുവാൻ ഒരു പുത്രനും ലോകത്തിൽ ആവില്ല. കാരണം പിതാവാണ് അവർക്ക് മനുഷ്യരൂപം തരുന്നത്. പുരുവിന് ആ ജന്മം നൽകിയത് പിതാവാണ്. അപ്പോൾ അങ്ങനെ ജന്മം നൽകിയ പിതാവോടുള്ള കടമ തീർക്കാൻ ഒരാൾക്കും ഈ ലോകത്തിൽ ആവില്ല. ആ ഒരു ജന്മം കിട്ടിയത് കൊണ്ട് എനിക്കെന്ത് പറ്റുന്നുണ്ട്? പരമപുരുഷ പദം പ്രാപിക്കുവാനും എനിക്ക് അവസരം കിട്ടുന്നുണ്ട്. ജീവിതത്തിൻ്റെ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാനും ബ്രഹ്മസാക്ഷാത്കാരത്തിനും അവസരം കിട്ടണമെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കണം. മനുഷ്യനായിട്ട് ജനിപ്പിച്ചതാരാണ്? ഈ അച്ഛനാണ്. അതുകൊണ്ട് അച്ഛൻ്റെ കടമ എങ്ങനെയും വീട്ടിൽ തീർക്കാൻ പറ്റുന്നതല്ല. ഇത് 44 പറയുന്ന, അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അച്ഛന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുന്നവനാണ് ഏറ്റവും നല്ല പുത്രൻ. ഒന്നാമൻ അച്ഛൻ ചോദിക്കാതെ മനസ്സിലുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് കർമ്മം ചെയ്യുന്നവനാണ്, സാധിപ്പിച്ചു കൊടുക്കുന്നവനാണ് ഏറ്റവും ഒന്നാമത്തെ പുത്രൻ. അച്ഛൻ്റെ ഉപദേശം കേട്ടതിന് ശേഷം പ്രവർത്തിക്കുന്നവൻ രണ്ടാം തരം. എന്നാൽ അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് എന്നാൽ പിന്നെ എങ്ങനെയൊക്കെ അങ്ങ് ചെന്ന് ഒരു താല്പര്യമില്ലൊന്നുമില്ലാതെ അശ്രദ്ധയോടുകൂടി ചെയ്യുന്നവൻ, അവൻ മൂന്നാമൻ. എന്നാൽ ചെയ്യാതെ പോകുന്നവനോ അച്ഛൻ്റെ മലം പോലെയാണ് എന്ന് അവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി 45 അങ്ങനെ 45 ശുഗൻ പറയുകയാണ്, അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി പുരു എന്ത് ചെയ്തു? അച്ഛൻ്റെ ആജ്ഞ നിറവേറ്റി അവൻ്റെ യൗവനം പിതാവിന് നൽകി. പിതാവിൻ്റെ വാർദ്ധക്യം അവൻ സ്വീകരിച്ചു. എന്നിട്ട് ആ യൗവനവും വെച്ചുകൊണ്ട് യായതി രാജാവ് എന്തായി? വളരെ സുഖഭോഗങ്ങളെല്ലാം വേണ്ടുന്ന മാതിരി ഇഷ്ടം മാതിരി ആസ്വദിച്ചു. ഇനി 46 പറയുകയാണ്, 7 ദ്വീപുകളുടെ അധിപനായിക്കൊണ്ട് ആ രാജാവ്, 7 ലോകം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെയുള്ള ഈ പ്രപഞ്ചം 7 ലോകങ്ങൾ, ആ 7 ലോകങ്ങളുടെയും ഭരണാധികാരിയായിട്ട് അദ്ദേഹം വാണു. ഒരു പിതാവിനെ എന്ന പോലെ പൗരന്മാരെ എല്ലാം ഭരിച്ചു. എല്ലാവരെയും മക്കളെ പോലെ കണ്ടിട്ടാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്. തൻ്റെ മകനിൽ നിന്നും ലഭിച്ച ഇന്ദ്രിയങ്ങൾക്ക് ഒരു ബലക്ഷയമുണ്ടായില്ല. അയാളുടെ ഇന്ദ്രിയങ്ങളെല്ലാം മകനിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് പക്ഷേ അതിന് ഒരു ബലക്ഷയമില്ലാതെ അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക സുഖങ്ങളെല്ലാം വളരെ നല്ലവണ്ണം അനുഭവിച്ചു.
47 പറയുകയാണ്, ദേവയാനി, പ്രിയതമയായ ദേവയാനിയും രാജാവിന് വേണ്ടിയിട്ട് തൻ്റെ മനസ്സ്, വാക്ക്, ശരീരം, വിവിധ ഉപകരണങ്ങൾ എന്നിവയോടുകൂടി വിജനമായ സ്ഥലത്ത് വെച്ച് എല്ലാം അദ്ദേഹത്തിന് ആനന്ദം ഉണ്ടാകുന്ന തരത്തിൽ ദേവയാനിയും വർത്തിച്ചു എന്ന് പറയുകയാണ്. അതായത് അവർ വളരെ സുഖമായ ഒരു ജീവിതം നയിച്ചു. ഇനി 48 പറയുകയാണ്, എല്ലാ ദേവന്മാരുടെയും ഉറവിടമായ ഈ ദേവന്മാരെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാം വസ്തുക്കൾ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ്. ആ ദേവതകളെല്ലാം ഏതിൽ നിന്നാണ് ഉണ്ടായത്? ആ ഈശ്വരൻ ശ്രീഹരിയിൽ നിന്നാണ് ഉണ്ടായത്. എല്ലാ വേദജ്ഞാനങ്ങളുടെയും ഉറവിടമായ, അല്ലെ, അത് ഏതിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്? എല്ലാ വേദജ്ഞാനങ്ങളും, പ്രപഞ്ചമുണ്ടാകുന്നതിന് പിന്നിലുള്ള സർവജ്ഞാനവും ആ പരമപുരുഷനായ ശ്രീഹരിയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ആ ശ്രീഹരിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വിവിധ യാഗങ്ങൾ അദ്ദേഹം നടത്തി. ആ ശ്രീഹരിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും അദ്ദേഹം പല യജ്ഞങ്ങളും നടത്തി. അപ്പോൾ അദ്ദേഹം കർമ്മങ്ങൾ, ഒരു രാജാവെന്ന നിലയിൽ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ഇങ്ങനെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്രാഹ്മണർക്ക് സമൃദ്ധമായ സമ്മാനങ്ങളെല്ലാം നൽകി. ഇനി 49 50 ആകാശത്തിലെ മേഘം പോലെ. ആകാശത്തിൽ മേഘം എവിടെയാണുള്ളത്? ആകാശത്തിലാണുള്ളത്. അതുപോലെ യാതൊന്നിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ ലോകം നിൽക്കുന്നത്. ഈ ലോകം ഏതിലാണ് നിൽക്കുന്നത്? മേഘങ്ങൾ ആകാശത്തിൽ നിൽക്കുന്നത് പോലെ ഈ ലോകം മുഴുവൻ ഏതിൽ അധിഷ്ഠിതമാണ്? ആ ശ്രീഹരിയിൽ അധിഷ്ഠിതമാണ്. അത് എങ്ങനെ പോലെയാണ്? സ്വപ്നം പോലെയാണ്. അതിനെ സ്വപ്നത്തിലുള്ളത് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല, വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. ഒരാകെ ആശയക്കുഴപ്പമാണ്, ഒരു വ്യക്തതയില്ല. അതേപോലെയുള്ളതാണ് ആര്? ആ ശ്രീഹരി. അല്ല, പ്രത്യക്ഷത്തിലുള്ള തരത്തിലല്ല ശ്രീഹരി ഉള്ളത്. അതൊരു മായാലോകത്തിലെ മാതിരി മായാരൂപത്തിൽ പരപ്രകാരത്തിൽ പ്രകാശിക്കുകയും പ്രകാശിക്കാതിരിക്കുകയും ചെയ്യുന്ന മായാരൂപത്തിൽ അതിങ്ങനെ കാണും, പ്രപഞ്ചമായിട്ട് കാണും, പ്രപഞ്ചമായി പ്രകാശിക്കും. ചില സമയത്ത് പ്രപഞ്ചമായിട്ട് പ്രകാശിക്കുകയും ചെയ്യില്ല. അപ്പോൾ പ്രളയം നടന്ന് എല്ലാം തിരിച്ച് ബ്രഹ്മത്തിൽ പോയി ലയിക്കുമ്പോൾ പിന്നെ ഇവിടെ ഒന്നുമില്ല, അപ്പം പ്രകാശിക്കുകയില്ല. അപ്പം പ്രപഞ്ചമായിട്ടും പ്രകാശിക്കും, പ്രപഞ്ചമായിട്ട് പ്രകാശിക്കാതിരിക്കുകയും ചെയ്യും. പ്രാണികളുടെ എല്ലാ പ്രാണികളുടെയും ഹൃദയത്തിലുള്ള ആ ശക്തി, പിന്നെയോ പ്രപഞ്ചത്തിൻ്റെ കാരണഭൂതനായ ആ ശക്തിയെ, അതിസൂക്ഷ്മമായ ആ പ്രഭുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നിഷ്കാമനായി ആരാധിച്ചു. അദ്ദേഹം അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിഷ്കാമനായിട്ട് അതിനെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ദാമ്പത്യ സുഖം എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ രാജാവെന്ന നിലയിൽ ഭരിക്കേണ്ട നല്ല നിലയിൽ ഭരിച്ചിട്ടും ഉണ്ട്. എല്ലാവരെയും പ്രജകളെയെല്ലാം മക്കളായി കണ്ടുകൊണ്ട് ആ ഈശ്വരനെ ആരാധിച്ചുകൊണ്ടെല്ലാം അദ്ദേഹം ഭരിച്ചത്. അതേസമയം തന്നെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ചിട്ടും ഉണ്ട്. ഇനി 51 പറയുന്നു. 51 പറയുകയാണ്, ഈ ലോകത്തിൻ്റെ മുഴുവൻ ഏകഛത്രാധിപതിയായ യായതി രാജാവ്, ലോകത്തിൻ്റെ മുഴുവൻ ആരെക്കാട്ടിയും വേറെയൊന്നുമില്ല, രാജാവെന്ന നിലയിൽ ഏകഛത്രാധിപതിയായിട്ട് അദ്ദേഹം ആ രാജാവ് വാണു. എങ്ങനെ വാണു? ആറാമത്തേത് മനസ്സാണ്. നമ്മളെ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളുടെ മുകളിലുള്ള മനസ്സും വെച്ചുകൊണ്ടാണ് അങ്ങേര് സുഖഭോഗങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് ജീവിച്ചത്. മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, മനസ്സിലാണല്ലോ സുഖഭോഗ ഇച്ഛയെല്ലാം ഉണ്ടാവുക, അതും വെച്ചുകൊണ്ട് തന്നെയാണ് അങ്ങേര് ഭരിച്ചിരിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് തന്നെയാണ് ഭരിച്ചിരിക്കുന്നത്. എങ്ങനെ? വിഷയങ്ങളാൽ ദൂഷിതമായ ഇന്ദ്രിയങ്ങളോടുകൂടി.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം വിഷയങ്ങളായിട്ട് ദൂഷിതമായിട്ട്, അതായത് കാമം തീർന്നിട്ടില്ല. ഭരിച്ചതെല്ലാം മര്യാദയ്ക്ക് തന്നെ ഭരിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ദ്രിയ സുഖത്തിൻ്റെ അടിമയായിക്കൊണ്ട്, അതാണ് വിഷയങ്ങളാൽ ദൂഷിതമായ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആയിരക്കണക്കിന് വർഷങ്ങൾ മനസ്സിന് സുഖമേകുന്ന, ഇന്ദ്രിയ സുഖങ്ങളേകുന്ന, മനസ്സിന് ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കിട്ടുന്ന എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഭരിച്ചതെങ്കിലും അദ്ദേഹത്തിന് എന്നിട്ടും എന്ത് കിട്ടിയില്ല? അദ്ദേഹം ആ സുഖങ്ങളിൽ തൃപ്തനായില്ല. അപ്പം പുത്രനിൽ നിന്ന് യൗവനം നേടിയിട്ട് നല്ല നിലയിൽ രാജ്യമെല്ലാം ഭരിച്ചു. ആ ഈശ്വരനിലെല്ലാം ചിന്തയർപ്പിച്ച് തന്നെയാണ് ഭരിച്ചിരിക്കുന്നത്, ഈശ്വരന് വേണ്ടിയായിട്ട് തന്നെയാണ് ഭരിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ സുഖം, മനസ്സുമായിക്കൊണ്ടുള്ള ഇന്ദ്രിയ സുഖങ്ങളുടെ ആഗ്രഹം അദ്ദേഹത്തെ വിട്ടുമാറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സുഖം ആസ്വദിക്കാനുള്ള താല്പര്യം നശിച്ചില്ല, അതിനുള്ള ആസക്തി ഇല്ലാതായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം തീരുകയാണ്.